നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് മറ്റേ രൂപേഷ് അല്ലടാ. ഏത് രൂപേഷ്? നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച രൂപേഷ്. അതെ, രൂപേഷ് തന്നെ. എടാ അണ്ണേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മളെ കണ്ടാൽ എന്നെ പേടിയായിരുന്നു. അവനാ അതിനപ്പം 3ാം ക്ലാസ്സോടെ പഠിത്തം നിർത്തി പോയില്ലേ മണ്ടൻ. ആ ശരിയാണ്. എടാ അവന്റെ നോട്ടേ ആ പ്രതിമയിലാണ്. ഇനി അവൻ അതിനെ പൊക്കിക്കൊണ്ട് പോവോ? നോക്കാം. നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? എടാ നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരാടാ ഞങ്ങള്. ഞാൻ ജിതിൻ, ഇത് സജി, ഞാൻ ബാസ്റ്റിൻ. എടാ ഞങ്ങളുടെ കൂടെ 3ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാ തടിയാ നീ പഠിത്തം നിർത്തിയത്. എടാ ഇവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്താടാ നന്ദനയുടെ ഒരു ചുറ്റിക്കളി? ഞാൻ കണക്ക് പറഞ്ഞുതരുമെന്ന് ചോദിച്ചതാ. അയ്യടാ, കണക്ക് പഠിക്കാൻ പോലും നന്ദനെ കണ്ടപ്പോ തോന്നിയതാണോ? നിന്നെ പോലെ ഒരു മരക്കഴുതേ ഒരു പെൺകുട്ടിയെ നോക്കുക പോലും ഇല്ല. നിന്നെ കണ്ടാലേ പെൺകുട്ടികൾ ഓടി രക്ഷപ്പെടും. എടാ മച്ചു, നീ എന്താ ഈ പ്രതിമയ്ക്ക് ചുറ്റും? ഇതങ്ങ് ബോധിച്ചെന്ന് തോന്നുന്നല്ലോ. വീടടാ, അവനും ഒരു ചെറുപ്പക്കാരനല്ലേ. കമ്പല് സാരി ചുറ്റി വെച്ചാലും നോക്കി നിൽക്കുന്ന പ്രായം അല്ലളിയാ. ഇനിയോ മറ്റോ എങ്ങനാണോ നമ്പര്? അതിന് സാധ്യതയുണ്ട്. അല്ല, നീ ഇതാർക്ക് ഈ സാരി നോക്കുന്നേ? ലവർക്കാണാ? ഇവന് ലവറാ. അങ്ങനെയാണെങ്കിൽ അവളെ ഏതെങ്കിലും കണ്ണാശുപത്രി കാണിക്കണം. അവളുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും. അല്ലെങ്കിൽ ഇവനെ പോലെ ഒരുത്തനെ പ്രേമിക്കോടാ. മൊത്തത്തെ ലക്ഷണം കണ്ടിട്ട് ഇത് ഇവൻ കൊടുക്കാനാണെന്നാണ് തോന്നുന്നത്. തരികിടതവും തത്തമ്മച്ചുണ്ട്. ഇതെന്റെ ദർശനിക്ക. ആർക്ക്? ദർശനയാ? അതാരാ? നിന്റെ അനിയത്തിയാണോ? അല്ല, എന്റെ ഭാര്യ. കേട്ടില്ലേ, ഇവന്റെ ഭാര്യക്കാണെന്ന്. ചിലപ്പോ ശരിയായിരിക്കും. കണ്ണ് കാണാൻ മേലാത്തോണ്ട് വന്നില്ലായിരിക്കും ആ പാവം. സാധാരണ നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാ എന്താ ചെയ്യാ? ആദ്യം നമ്മൾ അത് ഇട്ട് നോക്കും. ശരിയല്ലേ? പിന്നെ ശരിയാ. ഇവൻ വാങ്ങുന്ന സാരി ആരെങ്ങനെ ഉടുത്തു നോക്കും? നോക്കണ്ടേ? അത് വേണം. അളിയാ, ഭാര്യ വരാത്ത സ്ഥിതിക്ക് തൽക്കാലം ഇവൻ തന്നെ ഉടുത്തു നോക്കട്ടെ, എന്നിട്ട് ഭാര്യക്ക് കൊണ്ട് കൊടുക്കട്ടെ. അതല്ലടാ നല്ലത്. അതാണ് നല്ലത്. എന്നാ പിന്നെ നീ ഈ സാരി ഒന്ന് എടുത്തു നോക്കിയേ പ്ലീസ്. വേണ്ട, നിങ്ങൾ കളിക്കാതെ പോയേ. നിക്കടാ അവിടെ. പഴയ ക്ലാസ്മേറ്റ്സുകൾ ഒരു ആഗ്രഹം ഒന്ന് കരുതിയാ മതി. പിന്നെ ആരുതൊന്നും പറയരുത് പ്ലീസ്. എടാ, സാരി ഉടുക്കാൻ അറിയില്ലെന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഉടുപ്പിച്ചേരില്ലേ?
ദർശനെ, ദർശനെ. ഇവനെ പിടി. സാരി ഇവിടെ വയറ് കാണും. രൂപേഷേട്ടാ സാരി മാറ്റ്. അടിയാ, വാടാ. ആരാണ് ഇത്? അങ്ങോട്ട്. പൊക്കോണം. ഇതാ പിടിച്ചോ. വാടാ. ദർശനം വന്നോണ്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരാ രൂപേഷേട്ടാ അവന്മാര്? എന്റെ കൂടെ പഠിച്ചിരുന്നവന്മാരാ. അവന്മാര് കാരണോ ഞാൻ പഠിത്തം നിർത്തിയത്. വൃത്തിയേട്ടവന്മാരാ. രൂപേഷേട്ടൻ വിഷമിക്കണ്ട, വാ പോവാ. എന്തൊരു നാണക്കേടാ. എന്നിട്ടും മീശയും വെച്ച് നടക്കുന്ന കണ്ടില്ലേ ആണാണെന്നും പറഞ്ഞ. നോക്കട്ടെ ശ്രേ, എനിക്കാണെങ്കിൽ കണ്ടിട്ടും മതിയാവുന്നില്ല. അതിന്റെ വ്യൂവേഴ്സ് കണ്ടോ? അരമണിക്കൂർ കൊണ്ട് 75K. അയ്യോ, എത്രക്കെ? പോസ്റ്റ് ചെയ്ത അരമണിക്കൂർ കൊണ്ട് 75,000 പേര് കണ്ടൂന്ന്. ശോ, എന്റെ ദൈവമേ. നോക്ക്. ദേ, നോക്ക്. എന്താണ് രണ്ടാളും കൂടി പതിവില്ലാത്ത കളിയും ചിരിയും ഒക്കെ? എന്താണെന്ന് ഞാനും കൂടി കാണട്ടെ. അയ്യോ അപ്പച്ചി, എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ, ദേ, അത് ശരിയാ അപ്പച്ചി. ചിലരുടെ സന്തോഷങ്ങൾ ചിലർക്ക് സങ്കടങ്ങളാകും. അതുകൊണ്ട് അപ്പച്ചി ഇതൊന്നും കാണണ്ട. എന്നു തൊട്ടാ ഇവള് ഫിലോസഫി ഒക്കെ പറഞ്ഞു തുടങ്ങിയത്? ആ, എന്നാ പിന്നെ അപ്പച്ചി ഇതൊന്ന് കാണും.